തമിഴ്നാട്ടിലെ അഭിഷേക് ഭട്ടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 63 വയസ്സുള്ള ജേക്കബ് ആനന്ദ്രാജ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ താമസിച്ചിരുന്നത്. ആൾക്ക് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം ബിസിനസ് ഉണ്ടായിരുന്നു. അതായത് ആ നാട്ടിലെ വലിയ ഒരു ബിൽഡർ ആയിരുന്നു അയാൾ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ഉണ്ടായിരുന്നു. അയാൾക്കൊരു മകളുണ്ടായിരുന്നു, ജാൻസി എന്നായിരുന്നു മകളുടെ പേര്. മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. ആ മകൾക്ക് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഉണ്ട്. അതായത് ഇയാളുടെ പേരക്കുട്ടിക്ക് 13 വയസ്സായിരുന്നു പ്രായം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റിയിലത്തെ തന്നെ ഒരു ബിഗ് ഫിഷ് ആയിരുന്നു ആള്. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 22, 2022 രാവിലെ സാധാരണ പോലെ തന്നെ ഈ ജേക്കബ് വീട്ടിൽ നിന്ന് ഇറങ്ങി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത്. എന്നാൽ തിരിച്ച് ആൾ വീട്ടിലോട്ട് എത്തിയില്ല. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനും എത്തിയില്ല. അതുപോലെ തന്നെ ഈവനിങ് ആയിട്ടും ആൾ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായില്ല. ഈവനിങ് സമയമായിട്ടും അച്ഛനെ കാണാത്തത് കൊണ്ട് മകൾ ഇതേപോലെ തന്നെ അച്ഛനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യാണ്. എന്നാൽ കോള് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ്റെ മാനേജറെ ഈ മകള് വിളിക്കുകയാണ്. അപ്പോഴാണ് മാനേജർ മറ്റൊരു കാര്യം പറഞ്ഞത്. ഇന്ന് സാറ് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അത്. ഇത് കേട്ട് മകള് ആകെപ്പാടെ പേടിച്ചു പോയി. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെ അച്ഛനെ വിളിക്കാനായിട്ട് തുടങ്ങി, അച്ഛൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പലരെയും വിളിച്ചു. എന്നാൽ ആർക്കും തന്നെ ജേക്കബ് ആനന്ദ്രാജ് എവിടേക്കാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി 8 മണിയൊക്കെ ആയി. ജേക്കബിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അവസാനം മകൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ജേക്കബ് എങ്ങോട്ടാണ് പോയത്? ആൾക്ക് എന്താണ് സംഭവിച്ചത്? പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. പോലീസുകാർ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാണാതായത് സിറ്റിയിലെ വളരെ വലിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ DSP ഡയറക്റ്റായിട്ട് കേസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ അന്ന് രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പോലീസിന് മറ്റൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. അതായത് ഒരു പെട്രോൾ ബങ്കിൽ ഒരു കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നായിരുന്നു അത്. ആ കാറിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ അത് ഈ ഒരു ജേക്കബ് ആനന്ദ്രാജിൻ്റെ കാറാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. പോലീസുകാരങ്ങനെ നേരെ അങ്ങോട്ടെത്തി അവിടെ അടുത്തുണ്ടായിരുന്ന CCTV വിഷ്വൽസും മറ്റും എല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ആ ഒരു കാർ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെയും ഫുട്ടേജ് ലഭിച്ചു. ഏകദേശം ഒരു 20 വയസ്സോളമൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു പയ്യനായിരുന്നു ഇത്തരത്തിൽ ആ ഒരു കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായത്. അങ്ങനെ പോലീസുകാർ ഈ ഒരു പയ്യനെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലും അവർക്ക് അത് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് 23-ാം തീയതി രാവിലെ തന്നെ പോലീസിന് മറ്റൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേക് ഭട്ടി ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളൊക്കെ മാറിയിട്ടൊരു കാട് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അജ്ഞാത മൃതദേഹം കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. പോലീസുകാർ നേരെ അങ്ങോട്ടെത്തി ആ മൃതദേഹം പരിശോധിച്ചപ്പോൾ അത് ജേക്കബ് ആനന്ദ്രാജിൻ്റെ മൃതദേഹമാണെന്ന് മനസ്സിലാവുകയാണ്. ബോഡി നോക്കുമ്പോൾ കൈകാലിൽ അതേപോലെ തന്നെ മേലൊക്കെ നായ കടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിൽ എന്തോ കയറ് വെച്ച് കുരുക്കിയതിൻ്റെ പാടും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു ബോഡി റിക്കവർ ചെയ്ത് നേരെ ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയാണ്. പിന്നീട് ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു. ആദ്യം തന്നെ മകളായിട്ടുള്ള ജാൻസിയെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അച്ഛൻ എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സംശയമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യാനും മാത്രമുള്ള ശത്രുക്കൾ അച്ഛനുള്ളതായിട്ട് തനിക്കറിയില്ല എന്നുള്ളതായിരുന്നു മകളുടെ മറുപടി. എന്നാൽ മകൾ മറ്റൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. കാരണം അവരുടെ ഡ്രൈവർ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം ലീവ് എടുത്തിട്ട് നാട്ടിൽ ഉത്സവമാണെന്ന് പറഞ്ഞ് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇനി അയാൾക്കെങ്ങാനും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം തനിക്കുണ്ട് എന്നുള്ളത് മകൾ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. പോലീസുകാർ അവിടെ നിന്ന് നേരെ ആ ഡ്രൈവറുടെ ഗ്രാമത്തിൽ പോയി. അവിടെ തിരുവിഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ ഈ ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഫുൾ ടൈം ഡ്രൈവർ അവിടെ ഉണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഒരു കേസും ഡ്രൈവറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് പോലീസിന് മനസ്സിലായി. ആ ഒരു ടൈമിലാണ് മറ്റൊരു കാര്യം നടക്കുന്നത്. ഈ ജേക്കബ് ആനന്ദ്രാജിൻ്റെ ഫോണ് ഓണായി ഓഫ് ആവുകയാണ്. അതായത് ആളുടെ ബോഡി കിട്ടിയപ്പോഴും ആളുടെ കാറ് കിട്ടിയപ്പോഴും ഒന്നും ആളുടെ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇങ്ങനെ ആളുടെ ഫോൺ ഓണായി ഓഫ് ആകുന്നത്. ഫോണിൻ്റെ സിഗ്നലും മറ്റും നോക്കുമ്പോൾ മധുരയിലാണ്. അപ്പോൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോ ഇത്തരത്തിൽ ചെയ്യുന്നതാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി. അതിനുശേഷം ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കോൾ ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാടധികം ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് പോലീസുകാർ ഇതേപോലെ തന്നെ പോകുമ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജേക്കബ് സ്ഥിരമായിട്ട് ദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ദേവിയുടെ അക്കൗണ്ടിലോട്ട് പലപ്പോഴായിട്ട് പണവും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ദേവി? പോലീസുകാർ ഈ ജേക്കബിൻ്റെ മകളുടെ അടുത്ത് ചോദിച്ചു ആരാണ് ദേവി എന്നുള്ളത്. എന്നാൽ മകൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല.
അവസാനം ഈ ദേവിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പി പോലീസുകാർ നേരെ ദേവിയുടെ അഡ്രസ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ശങ്കർ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ അടുത്ത് ദേവി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ പറഞ്ഞു ദേവി എന്ന് പറയുന്ന ഒരാളെ എനിക്ക് അറിയില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതാണല്ലോ അഡ്രസ്സ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ മറ്റൊരു സ്റ്റോറി പറയുകയാണ്. ദേവി എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ ഭാര്യയായിരുന്നുവെന്നും അതുപോലെ നാട്ടിലെ ഒരു പയ്യൻ്റെ, അതായത് ചെറിയ പ്രായമുള്ള ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയി. ഇപ്പോൾ ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, എനിക്ക് ദേവിനെ അറിയേയില്ല, ഇനി അറിയേ വേണ്ട, അവരെവിടെ പോയി എന്നുള്ളതൊന്നും അറിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ദേവിയുടെ ഹസ്ബൻഡ് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ ദേവിയുടെ ഫോണും മറ്റും ട്രാക്ക് ചെയ്തപ്പോൾ നരസിംഗനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ദേവി താമസിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി. നേരെ അവിടെ ചെന്ന് ദേവിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ദേവിയെ കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല കാര്യങ്ങളും പോലീസിന് മനസ്സിലാവുകയാണ്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ദേവിക്ക് ആ ടൈമിൽ 27 വയസ്സായിരുന്നു പ്രായം. തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയായിരുന്നു ഈ ജേക്കബിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ജോലിക്കായിട്ട് ദേവി പോയത്. ദേവിയെ കണ്ടപ്പോൾ തന്നെ ഈ ജേക്കബ് എന്താ പറയുക ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ദേവിയെ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേക്കബിന് ഭാര്യയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ആൾ എന്താ പറയുക ഒന്ന് അട്രാക്റ്റഡ് ആവുകയാണ്. അതുപോലെ തന്നെ ദേവിയോട് എന്താ പറയുക കൂടുതലായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ജേക്കബ് എന്ന് പറയുന്നത് തൻ്റെ മുതലാളിയാണെന്നും അയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവിക്ക് അറിയായിരുന്നു. ദേവി നോക്കിയപ്പോൾ ആൾ റിച്ചാണ്, നമ്മളൊന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പതിയെ പതിയെ ഇവർക്കിടയിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയാണ്. അതായത് ഇവർക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ജേക്കബ് ഒരുപാടധികം പണം ഈ ഒരു സ്ത്രീക്ക് നൽകാനായിട്ട് തുടങ്ങി. പിന്നീട് ഈ ദേവിയുടെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ സ്ഥിരമായിട്ട് പണിക്കൊന്നും വരണ്ട, ഞാൻ എന്തായാലും പൈസ നിനക്ക് തരാം, നീ വീട്ടിൽ തന്നെ നിന്നാൽ മതി, എനിക്ക് ആവശ്യമുള്ള ടൈമിൽ ഞാൻ വരും, അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. ദേവി അത് സമ്മതിച്ചുകൊണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയുടെ ഹസ്ബൻഡായിട്ടുള്ള ശങ്കർ ജോലിക്ക് പോയതിന് ശേഷം ഈ ജേക്കബ് നേരെ ദേവിയുടെ വീട്ടിലോട്ട് ചെല്ലും. അതിനുശേഷം അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പിന്നീട് ആൾ അവിടെ നിന്ന് തിരിച്ചു പോകും. അതേപോലെ തന്നെ ദേവിക്ക് ആവശ്യമുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ നടക്കുകയാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം സ്ട്രീറ്റിലുള്ള ഒരു പയ്യനുമായിട്ട് ദേവിക്ക് ഒരു അടുപ്പുണ്ടാവുകയാണ്. ഒരു 10-20 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിൻസ് എന്ന് പറയുന്ന പയ്യനുമായിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു അടുപ്പുണ്ടായത്. അപ്പോൾ ടോട്ടൽ ഒരു 3 റിലേഷൻഷിപ്പ് ദേവി പാരലായിട്ട് കൊണ്ടുപോകാനുണ്ടായത്. ഒന്ന് ശങ്കർ എന്ന് പറയുന്ന തൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, അതിനുശേഷം തൻ്റെ മുതലാളിയായിട്ടുള്ള ജേക്കബുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പിന്നീട് പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് ആൾ കൊണ്ടുപോയിരുന്നത്. പിന്നീട് തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു പയ്യനായിരുന്ന പ്രിൻസ് എന്ന് പറയുന്ന ഒരു പയ്യനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. അങ്ങനെ ദേവിയുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഈ ദേവിയും പ്രിൻസും ബെഡിലുള്ള ടൈമിൽ ദേവിയുടെ ഹസ്ബൻഡായിട്ടുള്ള ശങ്കർ യാദൃശ്ചികമായിട്ട് വീട്ടിലോട്ട് കയറി വരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. തൻ്റെ ഭാര്യ അവിടത്തുള്ള തന്നെ ഒരു ചെറിയൊരു പയ്യൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു കാഴ്ച കണ്ട് അയാൾ ആകെപ്പാടെ ഷോക്കായി പോയി. ആ പയ്യനെയും അതുപോലെ തന്നെ ഭാര്യയെയും കുറേ ചീത്ത പറയാനായിട്ട് തുടങ്ങി, ഭാര്യ അടിക്കാനായിട്ട് തുടങ്ങി, ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു. ആ ഒരു ടൈമിൽ ദേവിയും കൂടുതലായിട്ടൊന്നും ചിന്തിച്ചില്ല. തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് മുതലാളിയുണ്ട്, പൈസയും കാര്യങ്ങളൊക്കെ ആൾ തരും. ഇനിയിപ്പോൾ തൻ്റെ ഫിസിക്കൽ നീഡ്സിനും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യനും ഉണ്ട്, തനിക്കൊരു ബോയ് ഫ്രണ്ടും ഉണ്ട്. ഇനിയിപ്പോൾ തനിക്ക് എന്തിനാണ് ഹസ്ബൻഡ് എന്നുള്ളൊരു കാര്യം അവർ ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉടനെ തന്നെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് നരസിംഗനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകുന്നതും അവിടെ ഒരു വാടക വീടെടുത്ത് താമസിക്കുന്നതും. അവിടെ ദേവി പ്രിൻസിൻ്റെ കൂടെയായിരുന്നു താമസം. എന്നാൽ ജേക്കബുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജേക്കബ് അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി നൈസായിട്ട് പ്രിൻസിനെ പുറത്തോട്ട് പറഞ്ഞയക്കും. അതിനുശേഷം ജേക്കബ് വരും. പിന്നീട് ജേക്കബ് പോയതിന് ശേഷമാണ് പ്രിൻസ് തിരിച്ച് വീട്ടിലോട്ട് വന്നിരുന്നത്. ഈ പ്രിൻസിന് ദേവിയും ജേക്കബും തമ്മിലുള്ള ബന്ധം അറിയാം. അതായത് തൻ്റെ കാമുകി അവരുടെ മുതലാളിയുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലുള്ളത് പൈസക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് കുഴപ്പമില്ല, അത് ഒഴിവാക്കിയിട്ടൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പ്രിൻസിൻ്റേത്. അപ്പോൾ പ്രിൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇതിനോട് എന്താ പറയുക, ആൾക്കും പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോടൊക്കെ കോപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ ഈ ജേക്കബ് വരുന്നതിന് മുൻപ് ദേവിയെ വിളിക്കാറുണ്ടായിരുന്നു. വിളിച്ചതിന് ശേഷമായിരുന്നു ആൾ വരാറുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പ്രിൻസിനെ പറഞ്ഞയക്കാനായിട്ട് സാധിച്ചിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം, അതായത് നവംബർ 22-ാം തീയതി ജേക്കബ് നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആൾക്ക് ദേവിയുടെ ഒരു ഓർമ്മ വന്നത്. അപ്പോൾ ആൾ നേരെ വണ്ടി തിരിച്ചു, നേരെ ദേവിയുടെ അടുത്തോട്ട് പോയി. അന്നത്തെ ദിവസം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളവിടെ എത്തി. ഇതേപോലെ തന്നെ കോളിംഗ് ബെല്ലടിച്ച് ഡോറിൽ തട്ടുന്ന ടൈമിൽ ദേവിയും അതുപോലെ തന്നെ പ്രിൻസും ബെഡിലായിരുന്നു.
അപ്പോൾ ദേവിക്ക് മനസ്സിലായി ഈ ജേക്കബാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പ്രിൻസിനോട് പുറത്തോട്ട് പോകാനായിട്ട് എന്താ പറയുക, പുറത്തോട്ട് ആക്കാനും പറ്റില്ല, ആകെപ്പാടെ സ്റ്റക്കായ ഒരു സീനായപ്പോൾ ഈ ദേവി പറഞ്ഞു പ്രിൻസിനോട് ബെഡിൻ്റെ അടിയിലോട്ട് പൊക്കോളാൻ പറയുകയാണ്. അതിനുശേഷം വന്നങ്ങായിട്ട് ഡോറ് തുറന്നപ്പോൾ ജേക്കബാണ്. ജേക്കബ് അപ്പോൾ ഈ ദേവിനോട് പറഞ്ഞു ഒന്ന് റെഡിയാവ്, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതിനുശേഷം എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു എനിക്ക് എന്തായാലും ഇന്ന് വയ്യ, അപ്പോൾ ഇന്ന് വേണ്ട നാളെ വായോ എന്ന് പറയുകയാണ്. എന്നാൽ ജേക്കബ് സമ്മതിച്ചില്ല, ഇല്ല എനിക്ക് നേരില്ല, ഇന്ന് തന്നെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അവസാനം ദേവി സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ നേരെ ബെഡ്റൂമിലോട്ട് പോയി. കട്ടിലിൻ്റെ മുകളിൽ ജേക്കബും ദേവിയും അതുപോലെ തന്നെ താഴെ പ്രിൻസും ആയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പ്രിൻസിന് സഹിക്കാനായില്ല. ഈ ഒരു ബെഡിൻ്റെ ചുവട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആളെ കണ്ട് ജേക്കബ് ആകെപ്പാടെ ഷോക്കായി. ആരാണിത്, എന്താണിത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ ദേവി പറഞ്ഞു ഇതെൻ്റെ കാമുകനാണ്, നിങ്ങൾ വല്ലപ്പോഴുമാണ് വരാറ്, അപ്പോൾ എനിക്ക് തുണയായിട്ട് ആരെങ്കിലും വേണമല്ലോ, അപ്പോൾ ഇവനാണ് എൻ്റെ കൂടെ ഉണ്ടാവാറ്, അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കിടയിൽ വീണ്ടും ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണ്. ജേക്കബ് ആ പയ്യനോട് പുറത്തു പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഞാൻ പുറത്തു പോകില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പുറത്തു പോകാൻ പറയുകയാണ്. അങ്ങനെ അവർക്കിടയിൽ അടി ഉണ്ടാവുകയാണ്. ജേക്കബ് ആ പയ്യനെ പിടിച്ചിങ്ങനെ അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ആ ഒരു പ്രിൻസിനും ദേഷ്യം വരാണ്, ജേക്കബിനെയും തിരിച്ച് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട്. അങ്ങനെ ജേക്കബ് മരിച്ചു പോവുകയാണ്. പിന്നീട് ഇവർക്ക് ഈ ഒരു ബോഡി എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ അപ്പോഴാണ് അവർക്കൊരു ധാരണ വരുന്നത്. അങ്ങനെ ആ ഒരു ബോഡി അവർ ഡംപ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ബോഡി ഡംപ് ചെയ്യാനായിട്ട് അവർ ജേക്കബിൻ്റെ കാറിൽ ജേക്കബിൻ്റെ ബോഡി കയറ്റിയിട്ട് അവിടെ നിന്ന് കുറേയധികം മാറിയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോവുകയാണ്. അവിടെ ജേക്കബിൻ്റെ ബോഡി ഡംപ് ചെയ്തു. പിന്നീട് ആ കാറ് ഒരു പെട്രോൾ ബങ്കിൻ്റെ അവിടോട്ട് ഓടിച്ചുകൊണ്ട് പോയി കാറും ഉപേക്ഷിച്ച് അവിടെ നിന്ന് ആ പയ്യൻ കടന്നു കളയുകയായിരുന്നു. പിന്നീട് പോലീസിനെ വഴിതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജേക്കബിൻ്റെ ഫോൺ കൊടുത്തിട്ട് ആ പയ്യൻ മധുരക്ക് പോയിട്ട് ഫോൺ ഇതേപോലെ തന്നെ ഓണാക്കി ഓഫാക്കിയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്റ്റോറിയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.